ആദ്യമായി വ്യവസായ വകുപ്പിന് വേണ്ടി ഈ പത്രസമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലം കേരളത്തിൻ്റെ വ്യവസായ രംഗത്ത് നേടിയിട്ടുള്ള വിജയം കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് സുപ്രധാനമായിട്ടുള്ള പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ഈ കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഒട്ടനവധി ദുരന്തങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിപ വൈറസ് കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉണ്ടായിട്ടുള്ള പ്രളയം, അതുപോലെ തന്നെ ഇപ്പോഴുള്ള മഹാമാരി COVID-19 വൈറസ്, ഇതെല്ലാം കേരളത്തെ ആകെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളൊരു മേഖല വ്യവസായ മേഖലയാണ്. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെയും ഈ ദുരന്തങ്ങളെല്ലാം ബാധിച്ചു. പക്ഷേ ഈ ദുരന്തങ്ങളിൽ നിന്ന് വ്യവസായത്തെ കാത്തു സൂക്ഷിക്കാൻ, വ്യവസായ മുന്നേറ്റത്തിന് വേണ്ടി വ്യവസായ വകുപ്പ് നിരന്തരമായി ഇടപെടുകയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിസന്ധിയെ തന്നെ മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പങ്ക് നിർവഹിക്കാൻ വ്യവസായ മേഖലയ്ക്ക് സാധിച്ചു. നിക്ഷേപകർ ഇന്ന് കേരളത്തിൽ ആവേശത്തോടു കൂടി മുന്നോട്ട് വരികയാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളം ഒരു നിക്ഷേപ സൗഹൃദമല്ല എന്ന കേരള വിരുദ്ധ പ്രചാരവേലയാണ് നാട്ടിലുണ്ടായിരുന്നത്. ഇന്നതെല്ലാം മാറ്റിമറിക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപകരെ ആകർഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും നിയമങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൊതുമേഖലാ വ്യവസായികൾ മാത്രമല്ല, സ്വകാര്യ സംരംഭകർക്കും ഈ ഗവൺമെൻറ് നിർലോഭമായ പ്രോത്സാഹനവും സഹായവും നൽകിയിട്ടുണ്ട്. വ്യവസായ സമൂഹത്തിൻ്റെ, വ്യവസായികളുടെ, തൊഴിലാളികളുടെ എല്ലാം അഭിപ്രായങ്ങളും അവരുടെ എല്ലാം അറിവുകളും സമാഹരിച്ചുകൊണ്ട് അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടാണ് വ്യവസായ വളർച്ചയ്ക്കുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിൽ പൂർണ്ണമായും നോക്കുകൂലി നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും നിയമം പാസ്സാക്കുകയും ചെയ്തു. ഇന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. നീതി ആയോഗിൻ്റെ പുതിയ ഇന്ത്യ ഇന്നൊവേഷൻ സൂചികയിൽ കേരളം അനുകൂലമായ ബിസിനസ് സാഹചര്യമുള്ള സംസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യയിൽ തന്നെ അതിന് 1ാം സ്ഥാനത്തേക്ക് വരാനും സാധിച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ്റേണൽ ട്രേഡ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ ഡിസംബർ 18 അവരുടെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു നേട്ടം ബാങ്ക് വായ്പയുടെ പരിധിയിൽ ഒരു കൂടുതൽ സംഖ്യ അനുവദിച്ചു തരും. അതനുസരിച്ച് 2370 കോടി രൂപ വായ്പയിൽ കൂടുതൽ പണം അനുവദിച്ചുകൊണ്ടുള്ളൊരു സഹായം ഈ പ്രത്യേകത കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പ്ലാനിംഗ് ബോർഡ് സംഘടിപ്പിച്ചൊരു യോഗത്തിൽ പങ്കെടുത്തു. ആ പ്ലാനിംഗ് ബോർഡിൻ്റെ യോഗത്തിൽ അതൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് തന്നെയായിരുന്നു. ആ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്ത രത്തൻ ടാറ്റ, അതുപോലെ അസീം പ്രേംജി, ആനന്ദ് മഹീന്ദ്ര തുടങ്ങിയിട്ടുള്ള ലോകത്തിലെയും ഇന്ത്യയിലെയും പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ പറഞ്ഞിട്ടുള്ളത് കേരളം ഇപ്പോൾ നിക്ഷേപരംഗത്ത് അനുഗ്രഹീതമായ നാടാണ് എന്ന് തന്നെ അവർ
കേരള ഗവൺമെൻറ്റിനെയും കേരളത്തെയും പ്രശംസിക്കുകയുണ്ടായി. ഞങ്ങളിവിടെ അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ സംരംഭത്തിന് തടസ്സമായി നിൽക്കുന്ന 7 നിയമങ്ങളും 10 ചട്ടങ്ങളും ഭേദഗതി വരുത്തി. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രോത്സാഹനം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് നൽകി. വൻകിട വ്യവസായങ്ങൾക്ക് പൊതുവെ സാധ്യത കുറഞ്ഞു വരികയാണ്. വൻകിട വ്യവസായങ്ങൾ പലതും പ്രതിസന്ധിയിലാവുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത ചെറുകിട സംരംഭങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ MSME രംഗത്ത് നല്ല നിലയിൽ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 63,000-ൽ പരം ഈ 4.5 വർഷക്കാലത്തിനുള്ളിൽ MSME യൂണിറ്റുകൾ ആരംഭിക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി പേർക്ക് ജോലി ലഭ്യമാകാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ടൊരു 6,000 കോടിയിൽ പരം ഇവിടെ നിക്ഷേപങ്ങളും ഇവിടെ എത്തുകയുണ്ടായി. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രധാനമായിട്ടും KSIDC, കിംഫ്ര, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെ, സിഡ്കോ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംരംഭകർക്ക് ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വ്യവസായ ലൈസൻസിൻ്റെ കാലാവധി നേരത്തെ 1 വർഷം മുതൽ 3 വർഷം വരെയായിരുന്നു. ഇപ്പോഴത് 5 വർഷമായി വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ മാർജിൻ മണിയുടെ കുടിശ്ശികയുടെ പിഴപ്പലിശ പൂർണ്ണമായിട്ടും ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 3 തവണ ഇത്തരത്തിൽ ഇളവുകൾ നൽകി വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലസ്റ്റർ വികസന പദ്ധതി ഇപ്പോൾ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. 15 ക്ലസ്റ്ററുകളിൽ കോമൺ ഫെസിലിറ്റി സെൻ്ററുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഫർണിച്ചർ രംഗത്ത് ഒരു നല്ല സംരംഭമാണ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ ഫെസിലിറ്റി സെൻ്റർ ഉൾപ്പെടെയുള്ള ക്ലസ്റ്ററുകളിൽ ഏതാണ്ട് 15 എണ്ണത്തിൽ 12 എണ്ണത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി കഴിഞ്ഞു. KBIP ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി. സ്വകാര്യ വ്യവസായികൾക്കും പാർക്കുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട്. ഇപ്പോൾ കിംഫ്രയുടെ തന്നെ നേതൃത്വത്തിൽ 25ഓളം കിംഫ്രയുടെ പാർക്കുകളുണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്ക്. അതിലെല്ലാം കൂടി 800-ൽ പരം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിപുലമായിട്ടുള്ള ഒരു സംരംഭമാണത്. ഇതുപോലെ ഇത്തരം പാർക്കുകൾ രൂപീകരിക്കുമ്പോൾ ആ പാർക്കുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും സഹായത്തിൻ്റെയും ഭാഗമായി ഈ പാർക്കുകളിൽ ഗതാഗത സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ, സുരക്ഷിതത്വം, വൈദ്യുതി, വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ കഴിയുന്ന വ്യവസായ കേന്ദ്രങ്ങളുടെ കേന്ദ്രമെന്നുള്ള നിലയിൽ ഈ പാർക്കുകളിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കും. അത് ഈ പബ്ലിക് സെക്ടറിൽ മാത്രമല്ല, ഗവൺമെൻറ് കിംഫ്രയുടെയും KSIDCയുടെയും പാർക്കുകളിൽ മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇവിടെ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് ലഭിക്കും. ആ തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ 25 ഏക്കർ ഭൂമിയും പട്ടണ പ്രദേശങ്ങളിൽ 10 ഏക്കർ ഭൂമിയും ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള പാർക്കുകൾ, വ്യവസായ പാർക്കുകൾ ആരംഭിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്പൈസസ് പാർക്ക് ഇവിടെ തൊടുപുഴ മുട്ടത്ത് ആരംഭിച്ചു. 482 ഏക്കർ ഭൂമി FACTയിൽ നിന്ന് വാങ്ങി. എറണാകുളത്ത് FACTയിൽ നിന്ന് വാങ്ങിയിട്ട് BPCL അവരുടെ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിച്ചു. FACTയിൽ നിന്ന് വാങ്ങിയ 482 കോടി രൂപ, 482 ഏക്കർ ഭൂമി ഏതാണ്ട് 900-ൽ പരം കോടി രൂപ നൽകിക്കൊണ്ട് വാങ്ങിയിട്ടുള്ള 900-ൽ പരം അല്ലേ 977 പണം കൊടുത്തുകൊണ്ടാണ് കിംഫ്ര വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത് കിംഫ്രയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ യൂണിറ്റുകളിലെല്ലാം പുതിയ സംരംഭങ്ങൾ വരികയാണ്. ഞങ്ങളവിടെ ഈ പെട്രോ കെമിക്കൽസ് പാർക്ക് എന്നുള്ള നിലയിലാണ് ഈ സ്ഥലത്ത് ഈ കിംഫ്ര പാർക്ക് ആരംഭിക്കുന്നത്. പക്ഷേ അവിടെ ആരംഭിച്ചപ്പോൾ തന്നെ ഏതാണ്ട് 20ഓളം ആളുകൾ സംരംഭകരായി വന്ന് അവർക്ക് അപ്പോൾ തന്നെ ലാൻഡ് ലീസിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ലീസ് അനുവദിക്കുന്നതിലും കുറേ കൂടി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൊരു കാര്യം, ഇവിടെ സ്ഥലത്തിൻ്റെ വിലയുടെ
20% അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ 5 വർഷത്തേക്ക് പണമടക്കേണ്ടതില്ല. 5 വർഷത്തിന് ശേഷം അത് ലീസ് എമൗണ്ട് അടച്ചു തീർത്താൽ മതി. ഈ 5 വർഷക്കാലം ഒരു പലിശയും ഈടാക്കുന്നതല്ല. ഇങ്ങനെ സ്വകാര്യ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വ്യവസായ വകുപ്പ് വാണിജ്യം ഉണ്ടെങ്കിലും വ്യവസായ വകുപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴല്ല, കുറച്ച് കാലമായി, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വ്യവസായ രംഗത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ, ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിദേശ മാർക്കറ്റുകൾ കണ്ടെത്താൻ, വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ വിദേശ ആഭ്യന്തര മാർക്കറ്റുകളിൽ നിന്ന് ക്വാളിറ്റിയുള്ള, വില കുറഞ്ഞ, ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി വാങ്ങി എത്തിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ വാണിജ്യ മിഷൻ രൂപീകരിച്ചു. നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഇളങ്കോവൻ IAS ആണ് അതിൻ്റെ ചെയർമാൻ. അതിലേറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നിർത്തിക്കൊണ്ട് ആ വാണിജ്യ മിഷൻ പ്രവർത്തിച്ചു വരികയാണ്. ഇതിന് പുറമെ തന്നെ MSME മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിപണന സൗകര്യം, മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് വിപണന സൗകര്യം ഒരുക്കാൻ കേരള മാർക്കറ്റ് വെബ് പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വാണിജ്യ മേഖലയിൽ വലിയ ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ കോവിഡും അതുപോലെ കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് സഹായം കൊടുക്കാൻ ഏതാണ്ട് 3434 കോടി രൂപ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് സഹായം കൊടുക്കാൻ വ്യവസായ ഭദ്രതാ പാക്കേജ് എന്ന പേരിൽ ഒരു പാക്കേജ് ആരംഭിക്കുകയും അത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വ്യത്യസ്ത നിലയിലുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഏതാണ്ട് മെച്ചപ്പെട്ടൊരു നില കൈവരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്കും അതുപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ സംരംഭക സഹായം നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ ശതമാനം വർദ്ധിപ്പിക്കാൻ 20%ആണ് ഇപ്പോൾ സ്ത്രീകൾക്കും SC/ST വിഭാഗങ്ങൾക്കും പ്രവാസികൾക്കും സംരംഭക സഹായ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അത് 20-ൽ നിന്ന് 25% ഉയർത്താൻ പ്രവാസികൾക്ക് കൂടി സഹായം ലഭ്യമാക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏതാണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ പദ്ധതി പ്രകാരം 5027 യൂണിറ്റുകൾക്കായി 238 കോടി രൂപ ഈ വ്യവസായ ഭദ്രതാ പാക്കേജിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞങ്ങളിപ്പോൾ ഈ സാധാരണ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ, ആ വ്യവസായങ്ങളുടെ പ്രധാന വിപണനം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റിവൽ ആഘോഷവേളകളിലാണ്, റിബേറ്റ് സെയിൽസ് സീസണുകളിലാണ്, ഉത്സവ കാലഘട്ടങ്ങളിലാണ്. ഇപ്പോൾ അതൊക്കെ പരിമിതപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ വ്യാപാരമൊക്കെ ഗണ്യമായ തോതിൽ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ ഈ വിപണന വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വിൽപ്പന മേളകൾ ഈ വ്യവസായ വകുപ്പ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് മേളകൾ സംഘടിപ്പിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ ശബരിമല ദർശനകാലത്ത് ശബരിമല സന്നിധാനത്ത് അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ളതൊക്കെ വിപണനം നടത്താനുള്ള ശബരിമേള, ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാല പ്രശസ്തമാണ്. ഇപ്പോൾ പഴയ പോലെ പൊങ്കാല നടത്താൻ കഴിയാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്കിലും വിശ്വാസികളായിട്ടുള്ള പൊങ്കാല നേർച്ചയിടുന്നവരൊക്കെ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ മേള തുടങ്ങിയിട്ടുള്ള പരിപാടികളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ല മുന്നേറ്റമാണ് വ്യവസായ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉപേക്ഷിക്കപ്പെടുന്ന വ്യവസായങ്ങളുണ്ട്. ഇപ്പോൾ പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താം. അത് ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഞങ്ങൾ മെച്ചപ്പെട്ടതിൽ പ്രവർത്തിക്കാമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ കോട്ടയം വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് HNL ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി തന്നില്ല. എങ്കിലും അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ HNL ഈ ആവശ്യമുള്ള എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിച്ചുകൊണ്ട് വ്യവസായ വകുപ്പ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പണം കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന പണം കൊടുത്തുകൊണ്ട് HNLൻ്റെ കെട്ടിടവും സ്ഥലവും ഏറ്റെടുക്കാനുള്ള നടപടി ഏതാണ്ട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ
കേരളത്തിൽ 17ഓളം സ്പിന്നിങ് മില്ലുകളുണ്ട്. ഈ 17 സ്പിന്നിങ് മില്ലുകളും എല്ലാം തകർച്ചയിലായിരുന്നു. ആ സ്പിന്നിങ് മില്ലുകൾ ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നു. ഈ സ്പിന്നിങ് മില്ലുകൾക്കൊക്കെ സോളാർ വൈദ്യുതി നൽകാൻ, എനർജി കൊടുക്കാൻ ഒരു കോമൺ ഫെസിലിറ്റി ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്പിന്നിങ് മില്ലുകൾ ലാഭകരമാക്കി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നെയ്യാറ്റിൻകരയുള്ള കേരള ഓട്ടോമൊബൈൽ ഞങ്ങൾ വരുമ്പോഴെല്ലാം പൂട്ടി എല്ലാം അവസാനിപ്പിച്ച് പോയതാണ്. ഇപ്പോൾ കേരള ഓട്ടോമൊബൈൽ ഈ വെഹിക്കിൾ നിർമ്മിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോറിക്ഷ നിർമ്മിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് അതിൻ്റെ ഒരു നേപ്പാളിലേക്ക് ഒരു 30 ഓട്ടോറിക്ഷയ്ക്ക് അവിടുത്തെ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇപ്പോൾ ശ്രീലങ്കൻ, ബംഗ്ലാദേശ് ഗവൺമെൻറ്റുകളും ഈ വെഹിക്കിളിന് എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ ആന്ധ്ര ഗവൺമെൻറ്, തെലുങ്കാന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഈ വെഹിക്കിൾ ഞങ്ങൾക്ക് എത്ര തരാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ ഇവിടെ തന്നെ ആഭ്യന്തര രംഗം നമ്മുടെ കേരളത്തിലും അതിൻ്റെ മാർക്കറ്റ് വിപുലീകരിക്കാനുള്ള നടപടിയുണ്ട്. ഇപ്പോൾ ഈ വെഹിക്കിൾ രംഗത്ത് ഓട്ടോറിക്ഷ മാത്രമല്ല, ബോംബെയിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. കേരള ഓട്ടോമൊബൈലും അവരും തമ്മിൽ JVC ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നിന്ന് അസംബ്ലിംഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കുക. അത് 2 വീൽ സ്കൂട്ടറാണ്. ആ 2 വീൽ സ്കൂട്ടർ ഈ വെഹിക്കിൾ അതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെഹിക്കിൾ കൂടുതൽ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചാർജിങ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കെല്ലിൻ്റെ മാന്നാറിൽ അവരുടെ പ്രത്യേകിച്ച് അവരുടെ സെൻട്രൽ കെല്ലിൻ്റെ ഹെഡ് ഓഫീസോട് ചേർന്നിട്ട് ഒരു ചാർജിങ് സ്റ്റേഷൻ, അത് ഈ വെഹിക്കിൾ വരുന്ന അവസരത്തിൽ കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും സ്കൂട്ടറുകൾക്കുമെല്ലാം ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷനുകളും അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അത്തരത്തിൽ മെച്ചപ്പെട്ട നിലയാണുള്ളത്. കേരളത്തിൽ ഈ കോവിഡ് കാലത്ത് ഏറ്റവും നല്ല നിലയിൽ കാലോചിതമായും അതുപോലെ തന്നെ കോവിഡാനന്തര കാലഘട്ടത്തിലും പ്രവർത്തിപ്പിക്കത്തക്ക നിലയിലാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് KSDP പ്രവർത്തനം രൂപീകരിച്ചത്. ഇപ്പോൾ അത് ഏതാണ്ട് 100 കോടിയിലേറെ വിറ്റുവരവുള്ള സ്ഥാപനമായിട്ടുണ്ട്. 8 കോടിയോളം പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോഴവർ കുത്തിവെപ്പ് മരുന്നുകൾക്കും ഉള്ള പ്ലാന്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്യാൻസറിൻ്റെ മരുന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടി 12ഓളം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് രംഗത്ത് തന്നെ കെലക്ട്രോൺ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കെലക്ട്രോൺ ഒരുക്കിയിട്ടുള്ള ഈ ഇൻ്റലിജൻസ് ട്രാഫിക് മാനേജ്മെൻറ്റ് സംവിധാനം അത് ഏറ്റവും മെച്ചപ്പെട്ടതാണ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, അത് ഉപയോഗിച്ചിരിക്കുന്നവരെല്ലാം വളരെ സന്തോഷവാന്മാരും സാറ്റിസ്ഫൈഡാണ്. ഇങ്ങനെ ഉള്ള സംരംഭങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ജയിലുകൾ, കോടതിയെല്ലാം ബന്ധിപ്പിക്കുന്ന വീഡിയോ കോൺഫറൻസ് സംവിധാനം, കേരള ഹൈക്കോടതിയിൽ ആ സംവിധാനമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കെലക്ട്രോണാണ് അതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത്. മെറ്റൽ ഇൻഡസ്ട്രീസ്, കേരള ക്ലേ ആൻഡ് സെറാമിക്സ് വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചില നടപടികളിലേക്ക് തുടങ്ങി. ക്ലേ ആൻഡ് സെറാമിക്സ് പെട്രോൾ പമ്പ് ആരംഭിച്ചു. ആ പെട്രോൾ പമ്പ് ഇന്ന് എനിക്ക് തോന്നുന്നു BPL പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള കേരളത്തിലെ സെൻറ്റർ ഇപ്പോൾ അതാണെന്ന്. അത്രയും മെച്ചപ്പെട്ട നിലയിലേക്ക് ആ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓട്ടോകാസ്റ്റ്, നമ്മുടെ ആലപ്പുഴയിലുള്ള ഓട്ടോകാസ്റ്റ് പൂട്ടിപ്പോയ സ്ഥാപനമാണ്. ആ ഓട്ടോകാസ്റ്റ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിപ്പിച്ചു. ഇപ്പോൾ ഗൂഡ്സ് ട്രെയിനുകളുടെ ബോഗികൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 36 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് അവിടെ ഉണ്ടായത്. കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ സിമൻസ്, ആ ട്രാവൻകൂർ സിമൻസ് പൂട്ടി എല്ലാ ജീവനക്കാരും 4 വഴിയെ പോയി. ഒരു കാട് പിടിച്ച് കിടക്കുന്നതായിരുന്നു ആ സ്ഥാപനം, ഈ ട്രാവൻകൂർ സിമൻസ്. ഇന്ന് ആ ട്രാവൻകൂർ സിമൻസ് പ്രൊഡക്ഷനിലേക്ക് വന്നു. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ PF-ഉം ഒന്നും റിട്ടയർമെൻറ്റ് ആനുകൂല്യമൊന്നും ആർക്കും കൊടുത്തിരുന്നില്ല. അവർക്കെല്ലാം ഘട്ടം ഘട്ടമായിട്ട് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാസ് സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും അവിടെ പ്രൊഡക്ഷൻ തുടങ്ങി. അതിന് പുറമെ വാൾപുട്ടി നിർമ്മാണം തുടങ്ങി. വാൾപുട്ടി നിർമ്മാണം അവിടെ മാത്രമല്ല, കേരളത്തിലെ ഒരു 10ഓളം ജില്ലകളിൽ, ഓരോ ജില്ലയിലും ഒരു 25എങ്കിലും സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ വാൾപുട്ടി അതിൻ്റെ നിർമ്മാണ യൂണിറ്റുകളും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചില ഉദ്ഘാടനങ്ങൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിൽ നിർവഹിച്ചത്. ഈ തരത്തിൽ അത് മെച്ചപ്പെട്ടു വന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML ചവറ, അവിടെ ഏറ്റവും നല്ല നിലയിലുള്ള ഒരു ഓക്സിജൻ പ്ലാന്റ്, അവർക്ക് ഓക്സിജൻ പ്ലാന്റ് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്ലാന്റ് മെച്ചപ്പെട്ട
കാലോചിതമായ നിലയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാന്റ് സ്ഥാപിച്ചു. പിന്നെ അവിടുത്തെ ഇന്ധനം LNGയിലേക്ക് മാറ്റിയതും വലിയ ലാഭമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്സിജൻ KMML മാത്രമല്ല, കഴിഞ്ഞ ഈ കോവിഡ് വന്ന അവസരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും അവിടെ നിന്നാണ് ഓക്സിജൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നു. മലബാർ സിമൻസ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. മലബാർ സിമൻസ് കമ്പനി സെക്രട്ടറിയും കുട്ടിയും തൂങ്ങി മരിക്കുന്നു. ആത്മഹത്യകൾ, ഒരുപാട് ദുഃഖത്തിൻ്റെ, ഒരുപാട് നെറികെട്ട സംഭവങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു മലബാർ സിമൻസ്. ഇന്ന് ആ മലബാർ സിമൻസ് കേരളത്തിലെ മെച്ചപ്പെട്ട സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം 6.5 കോടി രൂപ പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൊഫഷണലായിട്ടുള്ള മാനേജ്മെൻറ്റ്, പ്രൊഫഷണലായിട്ടുള്ള ഡയറക്ടർ ബോർഡ്, ഈ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ വ്യവസായ രംഗത്ത് ഒരു പുതുജീവൻ കൊടുക്കാൻ സാധിച്ചു. KMML തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, തോട്ടപ്പള്ളി സ്പിൽവേയിൽ കരിമണൽ വന്നടിഞ്ഞു, കുട്ടനാട് വെള്ളത്തിൽ പോകും, അതുകൊണ്ട് സംരക്ഷിക്കണമെന്ന് കുട്ടനാടുകാരുടെ നിലവിളി. അത് കേട്ട് ഗവൺമെൻറ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മണൽ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. നീക്കം ചെയ്യുമ്പോൾ അത് കരിമണലിൻ്റെ അംശമുണ്ട്. ആ കരിമണൽ KMML തന്നാൽ ഞങ്ങൾക്ക് സഹായകരമാണ്. ഞങ്ങളത് ഏറ്റെടുക്കാൻ നിശ്ചയിച്ചു. അത് മുഴുവൻ സംഭരിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ എടുക്കുന്നതിന് പോലും ഇവിടുത്തെ പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷ നേതാവും പോയി തടസ്സപ്പെടുത്തി, ലോറി തടഞ്ഞ് ഹർത്താൽ നടത്തി. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ കരിമണലെടുത്ത് ആ പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? കരിമണൽ ലോബിക്ക് അത് തടസ്സമായിരിക്കും. അതാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം. ഇത്തരം അനുഭവങ്ങൾ ജനങ്ങൾ തന്നെയാണ്, ആ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് TC ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് പ്രോഫിറ്റിലേക്ക് വന്നു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള 100 ദിന പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് ഈ ഞങ്ങളോടൊക്കെ ചോദിച്ച് എത്രമാത്രം പുതിയ തൊഴിൽ കൊടുക്കാൻ നിങ്ങൾ കഴിയും, എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കാൻ കഴിയും, എത്ര പേർക്ക് തൊഴിൽ കൊടുക്കും എന്നായിരുന്നു ഞങ്ങളോട് ചോദിച്ചത്. ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ 10-25,000 എന്നുള്ള ഒരു അഭിപ്രായമാണ് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 10-25,000 ആളുകൾ ജോലി കൊടുക്കാം. 100 ദിന പരിപാടി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ 26,000-ൽ പരം ആളുകൾക്ക് വ്യവസായ വകുപ്പ് ജോലി കൊടുത്തു. ഞങ്ങൾ ജോലി കൊടുത്തെന്ന് വെറുതെ പറയുന്നതല്ല, മുഖ്യമന്ത്രിയുടെ വെബ് പോർട്ടിൽ പേരും സ്ഥലവും തീയതിയും ഒക്കെ വെബ് പോർട്ടിലുണ്ട്. 1,00,000-ൽ പരം ആളുകൾക്ക് അപ്പോൾ ജോലി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തന്നെ ഒട്ടനവധി തൊഴിൽ സാധ്യതയുള്ള മേഖലകളിലൊക്കെ അത് തുറന്നു കൊടുക്കുകയാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതൊന്നും വഴിവിട്ടതല്ല, നേരെയുള്ള വഴി തന്നെ. വഴിവിട്ട് പോയവർക്ക് വഴിവിട്ട എല്ലാ വഴികളും അതാണ് തോന്നിയേക്കും. പക്ഷേ കേരളത്തിൽ ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ KMML നോക്കുമ്പോൾ 774 തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൽ നിന്ന് ചൂഷണം ചെയ്തിട്ടൊരു കൂട്ടർ, അവർ ലാപ്പ തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അവർ മാൻ പവർ സപ്ലൈ യൂണിറ്റ് അവിടെ ഞങ്ങളത് അവസാനിപ്പിച്ചു. 774 തൊഴിലാളികൾക്കും ഡൈഹാർനസിന് ബെനിഫിറ്റ് ഇല്ല. ഈ 774 തൊഴിലാളികൾക്കും അവർക്ക് മറ്റാനുകൂല്യങ്ങൾ ലഭിക്കില്ല. കോൺട്രാക്ട് തൊഴിലാളികളെ പോലെയാണ് ഇതാ വെച്ചുകൊണ്ട് നടന്നിരുന്നത്. ഞങ്ങളത് അവസാനിപ്പിച്ചു. അവരെ മുഴുവൻ കമ്പനിയുടെ തൊഴിലാളികളായി. ആ 774 തൊഴിലാളികളും ഇന്ന് എത്രമാത്രം സംതൃപ്തരാണ്. ശരിയായൊരു നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ് പോയി. അവരുടെ അധ്വാനത്തെ കവർന്നു നിന്നവർക്ക് ഒരുപക്ഷെ നഷ്ടമുണ്ടായേക്കും. അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. തൊഴിലാളി താല്പര്യമാണ്, ഒരു സ്ഥാപനത്തിൻ്റെ താല്പര്യമാണ് ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂടുതൽ വ്യവസായ പാർക്കുകളും വ്യവസായ സംരംഭങ്ങളും നമുക്ക് തുടങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒട്ടനവധി നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണേഴ്സ് ഡെവലപ്മെൻറ്റ് കീഴ് എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്ഥാപനം ഈ തൊഴിലാളികൾക്കും മാനേജ്മെൻറ്റിനും പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അത് കുറച്ച് വികസിപ്പിക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ കോമളപുരം, ഉദുമ, പിണറായി മില്ലുകൾ ഈ കാലഘട്ടത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 1200ഓളം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു. കൈത്തറി തൊഴിലാളികൾക്ക് ജോലിയില്ലായിരുന്നു. കൈത്തറി തൊഴിലാളികൾ പരമ്പരാഗത വ്യവസായം തകർന്നു പോയിരുന്നു. ആ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേരള ഗവൺമെൻറ് സ്കൂൾ യൂണിഫോം പദ്ധതി ആവിഷ്കരിച്ചു. കുട്ടികൾക്ക് മുഴുവൻ കൈത്തറി യൂണിഫോം. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്
സൗജന്യ യൂണിഫോം കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ കൈത്തറി മേഖലക്ക് വീണ്ടും ഒരു ജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സ്പിന്നിങ് മില്ലുകൾ ഇവിടെ നൂലുണ്ടാക്കിയിരുന്ന കാലത്ത് അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ കയറ്റുമതി ആരംഭിച്ചിരുന്നു. പക്ഷേ കോവിഡ് കാലത്ത് അതിൻ്റെ സാധ്യതകളും നമുക്ക് പ്രതികൂലമായി വന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ ജോലി നൽകാനുള്ള നടപടികളാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. 17 ഈ സ്പിന്നിങ് മില്ലുകളിലും ഒരു സ്പിന്നിങ് മില്ലിൽ ഒരു 100 വീതം സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ ഗാർമെൻറ്റ്സ് യൂണിറ്റ് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ 15 സ്പിന്നിങ് മില്ലുകളിൽ ഒരു 100 വീതം സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന ഗാർമെൻറ്റ്സ് യൂണിറ്റുകൾ ആരംഭിക്കും. അത്രയും ഒരു നല്ല ഒരു മെച്ചപ്പെട്ട ഒരു സാഹചര്യം 1500-ൽ പരം സ്ത്രീകൾക്ക് ജോലി ലഭിക്കും കേരളത്തിൽ. ഈ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വാൾപുട്ടിയിലൂടെ ഏതാണ്ട് 250 സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാടുകാണിയിൽ അവിടുത്തെ നാടുകാണിയിലൊരു ഇൻഡസ്ട്രിയൽ പ്ലോട്ടുണ്ട് കിംഫ്രക്ക്. അത് മുഴുവൻ നേരത്തെ വ്യവസായങ്ങളൊന്നും ഇല്ലായിരുന്നു, ചുരുക്കം 2-3 കമ്പനിയാണ്. ഇപ്പോൾ മുഴുവൻ സ്ഥലം മുഴുവൻ കമ്പനികളും ചെറുകിട സ്ഥാപനങ്ങളും വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് ഒരു ടെക്സ്റ്റൈൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഈ ഡൈയിങ് ആൻഡ് ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഹാൻഡ്ലൂമിനെ കുറേ കൂടി സഹായിക്കുന്നതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം ഇനിയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. അതുപോലെ തന്നെ ഖാദി മേഖലയിൽ 26 ഖാദി ഉൽപ്പാദന കേന്ദ്രങ്ങളും 4 നൂലുനൂൽപ്പ് കേന്ദ്രങ്ങളും 3 റെഡിമെയ്ഡ് പാവ് ഉൽപ്പാദന യൂണിറ്റുകളും 7 ഖാദി വിൽപ്പന കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പുതുതായിട്ട്. ഏതാണ്ട് ഖാദി മേഖലയിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 3384 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. ഖാദി തൊഴിലാളികളുടെ ഉത്സവ ഭത്ത അവർക്ക് 900 രൂപയായിരുന്നു 1500 ആക്കി വർദ്ധിപ്പിച്ചു. ഖാദി തൊഴിലാളികളെ മുഴുവൻ ESIയുടെ പരിധിക്കകത്ത് കൊണ്ടുവന്നു. അവരുടെ മിനിമം കൂലി നൽകാനുള്ള വേതനം പരിഷ്കരിപ്പിച്ചുകൊണ്ട് മിനിമം കൂലി കൊടുക്കാനുള്ള നടപടികൾ നടപ്പിലാക്കി. അതുപോലെ തന്നെ ആർട്ടിസാൻ കരകൗശല രംഗത്ത് ആർട്ടിസാൻ കരകൗശല കോർപ്പറേഷൻ 10,000 രൂപയുടെ ടൂൾ കിറ്റുകൾ കൊടുത്ത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊരു പ്രോത്സാഹനം നൽകുന്ന നടപടികളും സ്വീകരിച്ചു. ഇങ്ങനെ എല്ലാ മേഖലകളെയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇപ്പോൾ കേരളത്തിൽ പുതിയ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, അവിടെ കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് ആ ഇടനാഴിയിൽ വ്യവസായ സമുച്ചയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1878 ഏക്കർ സ്ഥലം അവിടെ ഇടനാഴിയിൽ ഈ കൊച്ചി ബാംഗ്ലൂർ കോറിഡോറിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടുകൂടി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി അവിടെ പുതിയ സാധ്യതകൾ വളർന്നു വരും. അതിന് പുറമെ ഇത് എറണാകുളത്ത്, ഇത് പാലക്കാട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ്. എറണാകുളം ജില്ലയിൽ 500 ഏക്കർ ഇതുപോലെ തന്നെ ഈ കോറിഡോറിൽ ഭൂമി കണ്ടെത്താനും നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇത്തരമൊരു സംരംഭം വരുന്നതോടുകൂടി പുതിയ IT വ്യവസായങ്ങളും പുതിയ വ്യവസായ സംരംഭങ്ങളും വൻതോതിലുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി, ഗിഫ്റ്റ് സിറ്റി എന്ന പേരിൽ, ബ്രാൻഡ് പേരിൽ ഒരു സംരംഭവും ഒരു പ്രത്യേക ഒരു വ്യവസായ മേഖല സൃഷ്ടിച്ചെടുക്കാനുമുള്ള നടപടിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലൂടെ പൂർണ്ണമായും കടന്നു. അത് ബാംഗ്ലൂർ കൊച്ചി വഴിയുള്ള ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണ് പൂർത്തീകരിച്ചത്. ഇത് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് ബാംഗ്ലൂരിലേക്ക് പോകുക എന്നുള്ളത്, മാംഗ്ലൂർ ടു ബാംഗ്ലൂരിലേക്ക് ഒഴുകുക എന്നുള്ളത് മാത്രമല്ല, അത് കേരളത്തിൻ്റെ ആവശ്യത്തിന് കൂടിയുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസായികൾക്ക് അതുപോലെ തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഈ പ്രകൃതി വാതകം ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പ്ലാനിങ് കേരളത്തിലെ 5 സിറ്റികളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇതോടുകൂടി കൂടുതൽ ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതിലുള്ള എല്ലാ നടപടികളും നല്ല നിലയിൽ വിജയിപ്പിക്കാൻ വ്യവസായ വകുപ്പ് അതിൻ്റെ എല്ലാ കഴിവുകളും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വഴികളിലൂടെയെല്ലാം ആയിരക്കണക്കിന് പേർ തൊഴിൽ രഹിതരായവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 10 വർഷം വരെ സർവീസിൽ തുടരുന്നവർ അവരെ സ്ഥിരപ്പെടുത്തുക. ഞാനിപ്പോൾ നമ്മുടെ സിഡ്കോവിൻ്റെ ഒരു പ്രത്യേകം വ്യവസായികളുടെ യോഗം ഉണ്ടായിരുന്നു.
ആ വ്യവസായികളുടെ യോഗത്തിൽ അവരെല്ലാം വളരെയധികം സന്തോഷപൂർവ്വം ഇത് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും ശരിയായിട്ടുള്ളതാണ്. കാരണം ജീവിതം രൂപപ്പെടുത്തുന്നത് ഈ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ജോലി കിട്ടുമ്പോൾ അവർ കല്യാണം നടക്കും, വേഗത്തിൽ വിവാഹം നടക്കും, കുട്ടികളായി, വിദ്യാഭ്യാസമായി, 10 വർഷമായി. അവരെ പിരിച്ചുവിടാൻ പറ്റുമോ? 15 വർഷമായി പിരിച്ചുവിടോ? പിരിച്ചുവിട്ടാൽ അവർ കുടുംബം തകർക്കുകയല്ലേ? ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് നിർവഹിക്കാൻ സാധിക്കും? ഇങ്ങനെ 10 വർഷത്തിൽ കൂടുതൽ സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ താൽക്കാലികക്കാരായാൽ, അവർ താൽക്കാലിക ജീവനക്കാരായാൽ ഒരു ബെനിഫിറ്റിനും അവർ അർഹരല്ല. അപകടപ്പെട്ട് മരണപ്പെട്ടു പോയാൽ ഡൈയിങ് ഹാർഡസിന് അവർ അർഹരല്ല. അതുപോലെ തന്നെയാണ് അവർ പോകുന്ന അവസരത്തിൽ എന്താനുകൂല്യം കിട്ടുക? കമ്പനിയുടെ ജീവനക്കാരായിട്ടും തൊഴിലാളികളായിട്ടാണ് നിൽക്കുക. ഒരാനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഒരേ സ്ഥാപനത്തിൽ 10 വർഷം ജോലി ചെയ്തിട്ടും ജീവിതം നശിക്കണോ? ഞങ്ങളുടെ മുമ്പിൽ വന്നൊരു ചോദ്യം അതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ജീവിതം ഉറപ്പുവരുത്താൻ, സുരക്ഷിതമാക്കാൻ, അതുവഴി ഒരു വലിയ വിഭാഗം ജീവിതത്തിൽ എന്നും എപ്പോൾ പിരിച്ചുവിടും എന്ന് ചിന്തിച്ച് നടക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് 10 വർഷത്തിൽ കൂടുതൽ സർവീസുള്ളവരെ മുഴുവൻ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. ആ നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളും വ്യവസായ മേഖലയിൽ ഈ ആനുകൂല്യത്തിന് അർഹതയുള്ള മുഴുവൻ ആളുകളെയും സ്ഥിരപ്പെടുത്തുക എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഇത് മാത്രമല്ല. ഇതൊന്നും PSC പോസ്റ്റല്ല. എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്? ഇതൊന്നും PSC പോസ്റ്റല്ല. PSC പോസ്റ്റിൽ ഒരാളെയും നിയമിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഇതെല്ലാം കോൺട്രാക്ട് ബേസിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ നേരത്തെ ഈ നിയമിച്ച ആളുകളൊന്നും ഇപ്പം ഞങ്ങൾ വന്ന് നിയമിച്ചതൊന്നുമല്ല. ഇങ്ങനെ നിയമിക്കപ്പെട്ട പല സാഹചര്യങ്ങൾ ആ തൊഴിലില്ല. എങ്ങനെ അവർ ജോലി കിട്ടാൻ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ എങ്ങനെയെങ്കിലും ജോലി വാങ്ങി ജീവിക്കുകയാണ്. അവരുടെ ജീവിതം വഴിമുടക്കാൻ ഞങ്ങളില്ല. അവരെ രക്ഷിക്കാനാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരു PSC പോസ്റ്റിങ്ങിലും ഒരു സ്ഥാപനവും ഒരു ഗവൺമെൻറ്റും പുതിയ ആളുകൾ നിയമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം കേരളത്തിൽ തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളം സൃഷ്ടിക്കലാണ്. ഭവനരഹിതരില്ലാത്ത കേരളം, തൊഴിൽ രഹിതരില്ലാത്ത കേരളം, ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കലാണ് ഞങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. ആ ലക്ഷ്യം നിർവഹിക്കും. ഞങ്ങൾ ഇനിയും വ്യവസായ രംഗത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു, വഴികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഐശ്വര്യസമ്പുഷ്ടമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ രംഗത്ത് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ തന്ന് എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ളവരാണ് മാധ്യമപ്രവർത്തകർ. മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സഹായങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാവരോടും വ്യവസായ വകുപ്പിന് വേണ്ടി ഈ അവസരം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നിങ്ങൾ നൽകിയിട്ടുള്ളത് വ്യവസായ വകുപ്പിൻ്റെ കേരളത്തിലുള്ള ജനങ്ങളോടുള്ള ഒരു സ്നേഹവായ്പാണ്. അത് ഇനിയും വ്യവസായ വകുപ്പിനും ഗവൺമെൻറ്റിനും ഉണ്ടാകണം എന്ന് നിങ്ങൾ ഓരോരുത്തരോടും നേരിട്ട് അഭ്യർത്ഥിക്കാനാണ് ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഒരു 3/4 മണിക്കൂർ നേരം ഞാൻ താമസിച്ചു പോയി. അത് യാദൃച്ഛികമായി മറ്റ് 2 പരിപാടികൾ വന്നു പെട്ടു, ഒഴിവാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ അവിടെയും നമ്മുടെ ചില പത്രക്കാരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഒന്ന് അവിടെ വിളിച്ച് പറയണം, ഞാനൊരു 1/2 മണിക്കൂർ താമസിക്കും എന്ന കാര്യം അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും സഹകരണത്തിനും എല്ലാ മാധ്യമങ്ങളും, അച്ചടി ദൃശ്യ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ജനങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ ഏറ്റവും ഉപരിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ഉപകരണങ്ങളും ഒക്കെയായി സഞ്ചരിച്ച് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങളെ സന്തോഷപൂർവ്വം ഓർത്തുകൊണ്ട് ഒന്നുകൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.